ഹിന്ദുവിരുദ്ധ കലാപം ഇപ്പോഴും തുടരുന്ന ബംഗ്ലാദേശിൽ ഇത് തടയാനായി ഭാരതത്തിന്റെ നിർണായക നീക്കം വരുന്നു എന്നതാണ് വാർത്ത. കാരണം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് ബംഗ്ലാദേശ് സന്ദർശിക്കുകയാണ്. ഹിന്ദുക്കൾ ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിൽ ഭാരതത്തിനുള്ള ആമർശം ബംഗ്ലാദേശ് ഭരണകൂടത്തെ ഇദ്ദേഹം നേരിട്ടറിയിക്കും. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, രാജ്യവ്യാപകമായി പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ഭാരതത്തിൽ. അതോടൊപ്പം തന്നെ ഈ ബംഗ്ലാദേശ് വിഷയം ലോകമെമ്പാടും അല്ലെങ്കിൽ ലോക നേതാക്കൾ പോലും ഇതിൽ അമർഷം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ ഭാരതത്തിൻ്റെ നിർണായക ഇടപെടൽ കൂടി വരികയാണ്. ഇന്നിപ്പോൾ ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നേരിട്ട് ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിനൊപ്പം മറ്റു ചില പ്രമുഖ വ്യക്തികൾ, വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രമുഖ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എത്തി ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ സെക്രട്ടറി, അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രി തുടങ്ങിയവരുമായി വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ളവരുമായി നേരിട്ട് കണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുക എന്ന ലക്ഷ്യം കൂടി വിക്രം മിശ്രിയുടെ ഈ ഒരു യാത്രയ്ക്ക് ഉണ്ട്. ഈ കലാപം തുടങ്ങിയതിന് ശേഷമുള്ള ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ആദ്യമായി ഒരു പ്രതിനിധി, സർക്കാർ പ്രതിനിധി ബംഗ്ലാദേശിലേക്ക് നേരിട്ട് പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നേരത്തെ പലതവണ ബംഗ്ലാദേശിൽ അധികാരത്തിലിരിക്കുന്ന മുഹമ്മദ് യൂനിസ് സർക്കാരിന് ഭാരതം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഹിന്ദുക്കൾക്കും അതോടൊപ്പം ക്രൈസ്തവർക്കുമൊക്കെ എതിരെ, മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന കലാപം എത്രയും പെട്ടെന്ന് അടിച്ചമർത്തണം, അക്രമകാരികളെ നിലയ്ക്ക് നിർത്തണം എന്ന ശക്തമായ താക്കീത് പലതവണ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് ഭാരതം നൽകിയതാണ്. എന്നാൽ അത് കൂട്ടാക്കാതെ വീണ്ടും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടക്കുകയും ക്ഷേത്രങ്ങളും പള്ളികളും വ്യാപകമായി തകർക്കപ്പെടുകയും ചെയ്യുന്ന സംഭവം ബംഗ്ലാദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് വിദേശകാര്യ സെക്രട്ടറിയെ തന്നെ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശിലേക്ക് അയക്കുന്നത്. എന്തായാലും ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു നീക്കമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിൻ്റെ ഒരു വശം അത് മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നു. ഹിന്ദുക്കൾ, ക്രൈസ്തവരും ഒക്കെ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം അതിനൊരു ഇന്ത്യ വിരുദ്ധമായ സ്വഭാവം കൂടിയുണ്ട്. അത് നമുക്കറിയാം, അവിടെ അധികാരത്തിലുണ്ടായിരുന്നത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഭാരതത്തോട് മൃദു സമീപനമുള്ള ഒരു സർക്കാരായിരുന്നു. കുറച്ചെങ്കിലും മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ് അവാമി ലീഗും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയും ഒക്കെ. ആ സർക്കാരിനെ അട്ടിമറിച്ചതിൻ്റെ പിന്നിൽ ഇന്ത്യ വിരുദ്ധമായ ഒരു നീക്കം തന്നെയാണ്. ചൈനയ്ക്കും പാകിസ്ഥാനും അതിലുള്ള പങ്ക് എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ഈ കലാപത്തിന് നേതൃത്വം നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ബീജിംഗിലേക്ക് പോവുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നേരിട്ടവരെ ബീജിംഗിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അപ്പോൾ ഈ കലാപത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് അത് ഇന്ത്യ വിരുദ്ധതയാണ്. അവിടെ ഒരു ഇന്ത്യ വിരുദ്ധമായ സ്വഭാവം സൃഷ്ടിച്ച് ഭാരതവുമായി തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സർക്കാരിനെ അവിടെ സ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിക ഭീകര ശക്തികളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ചൈന പോലുള്ള ശത്രു രാഷ്ട്രങ്ങളുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നേരിട്ട് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലേക്ക് എത്തുന്നത്. അനു. ശരി ഗൗതം.